കുറച്ച് പുളിയൊക്കെ വാങ്ങിക്കാം. പുതിയ പുളിക്കാ വില കൂടുതൽ? ഇതിന് ഇവിടുത്തെ നാടൻ പൊടിയാ? ഇത് 200, 250. 250. ഇതൊക്കെ 140, 120. ഒരു പുളി, അതൊരു പുളിയാന്ന് തോന്നുന്നുണ്ട്. അത് കറുത്തിരിക്കണം. അത് 100 രൂപ കരിപ്പുളി. ഇത് 200, 250. ഇതൊക്കെ പുളി വാങ്ങിച്ച് നമ്മൾ കുത്തുന്ന വേറെ മായൊന്നും. 250 ഈ പുളി എടുക്കാം. 1 കിലോ വില കുറയുന്നില്ല? അതൊക്കെ കൂടുന്നു. അത് കൂടിയും കുറഞ്ഞ് നാളത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യം പറയും. ഇന്നത്തെ കാര്യം എന്നൊക്കെ പറയേണ്ടത്. ഭാവിയിലെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാവിയിൽ 2000, 3000 ഒക്കെ ആവുന്നു. അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഈ പുള്ളിയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചേട്ടാ കുത്തിയെടുത്തത്. മാർക്കറ്റ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂറ് വെച്ചിട്ട് എടുക്കുന്നതാണ്. ഇതൊക്കെ എടുത്ത് എയറിൽ അങ്ങോട്ട് പറത്തി വിടാന്ന് എല്ലാവരും കാണട്ടെ. നമ്മള് ഈ മാർക്കറ്റ് മാത്രം ഒതുങ്ങി നിന്നാ മതിയാ? അതെ, അത്രേ ഉള്ളൂ. പുളി ഇവിടെ നിന്ന് കുത്തിയിട്ട് ഉണങ്ങാൻ വെച്ചേക്കാട്ടോ. കുത്തിയിട്ടില്ല, കുത്താനുള്ളത് തൊലി പൊളിച്ചിട്ടേ. ഒരു തണൽ പോലും ഇല്ലാണ്ട് നട്ട വെയിലത്താണ് കണ്ട പാവം ആച്ചാച്ച നിൽക്കുന്നത്. നട്ട വെയിലത്താണ് നിൽക്കുന്നത്. നട്ട വെയിലത്ത് ഭയങ്കര വെയിൽ. ഈ വെയിലത്താണ്, ഒരു വെയിലത്തെ വീട്ടില് ഈ കച്ചവടം ചെയ്യാൻ കേട്ടോ. ഭയങ്കര ഒരു കഷ്ടമാണ്. 2 കിലോ പൊടി വാങ്ങിച്ചാ? അടിപൊളി. 250 രൂപ. ആളെ അവിടെ നിന്ന് പറിച്ചുകൊണ്ടെന്ന് ചെയ്തോണ്ടേ. പുളി കുത്തിയിട്ട് ഫ്രഷായിട്ട് തൊലി പൊളിച്ചിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ തവിട് ഉമിയില്ലേ, നമ്മുടെ ഉമി നെല്ല് കുത്തിയിട്ടുള്ള തവിട് കരിച്ചിട്ടുള്ള ഉമിയാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ള ഉമിക്കരി. ഇതൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ, വളരെ വിരളാണിത്. പല്ല് ലാഭം. ഇവിടെയും അതുപോലെ തന്നെ പുളി കച്ചവടം കേട്ടോ. പിന്നെ കത്തി, പിന്നെ അത് ഇങ്ങനെ പച്ചക്കറി, വലിയ മത്തങ്ങ ഉണ്ടോ, വലിയ നീളമുള്ള മത്തങ്ങ, നീളമുള്ള ടൈപ്പ് കേട്ടോ. വലിയ സാധനം, നീളമുള്ള ടൈപ്പ് മത്തങ്ങ. നല്ല വെയിലാട്ടോ, തീ പാർന്ന വെയിലാ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ കിട്ടാറുള്ളത്. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റുകളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഈ മാർക്കറ്റൊക്കെ പഴയ കാലത്തെ മാർക്കറ്റ് ഇപ്പോഴും നിലനിന്ന് പോവാം. മരച്ചിനി KG 40 രൂപ. അതായത് നല്ല ഫ്രഷ് ചീരയുണ്ട്, നല്ല മാങ്ങയുണ്ട്, പയർ ഉണ്ട്, ചുവന്ന ചീരയുണ്ട്. ചുവന്ന ചീരയൊക്കെ ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ. അതായത് ഈ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചുവന്ന ചീരയൊക്കെ കിട്ടാറ്. ഇവിടെയൊക്കെ ഈ വെയിലത്തൊക്കെ ഇരുന്നിട്ട് ഒരു കച്ചവടം ചെയ്യാന്ന് പറയും ഭയങ്കര കഷ്ടമാണ്. ഇതൊക്കെ ഒന്നും കൂടി നവീകരിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വിടേണ്ടതാണ്ട. ഈ മാർക്കറ്റിൻ്റെ ഇതൊക്കെ ഉള്ളുണ്ട. ഇതൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടി നവീകരിച്ചാണല്ലോ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന. വെയിലത്തുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ അവരുടെ വല്ലാത്തൊരു ദുരിതം തന്നെയാണ് കേട്ടോ. അതൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഒരു സഹായമാകും. കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ. ഇവരൊക്കെ ഇതിലൊക്കെ ഇരുന്നിട്ട് വെയിൽ, ഒരു തടയില്ല വെയിലെന്ന് പറയുന്ന സാധനം. അതുപോലെ ഒരു ബിൽഡിങ് പണിതിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇനി ചുങ്കം പിരിക്കുന്നതാണോ ഇനി എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഒരു കോട്ടയം വെച്ചിട്ടിരിക്കുന്നത് അമ്മച്ചിരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കാട്ടാക്കട. കാട്ടാക്കടയിലാണ്. കാട്ടാക്കടയിൽ ഉണക്കമീനിൻ്റെ വ്യാപാരം ഉണ്ട്. വാള അങ്ങനെയൊക്കെയുള്ള മീനുകളും മറ്റേ ചെമ്മീൻ പൊടി ഒക്കെ ഉണ്ട്. പൊടി അതുപോലെ തന്നെ ഒരപ്പൂപ്പ് ഇരുന്നിങ്ങനെ പച്ചമീൻ നല്ല അടിപൊളി ചൂര മീനുണ്ട്. പക്ഷെ അത് നല്ല കടപ്പുറം മീനാണ്, കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്, അടിപൊളി മീനാണ്. നമ്മൾ ഒരാളിൽ നിന്ന് കൊണ്ടുവരണം. പിന്നെ മണലും കൂടിയിട്ട് അതിൽ ഇട്ട് വെക്കും. കടപ്പുറം മീനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മണൽ അതിൽ സെറ്റ് ചെയ്ത് വെക്കും. മീൻ വെട്ടി വെച്ചിട്ടുള്ളത് കുഴപ്പമില്ല.
രസകരമായിട്ടുള്ള നല്ല അടിപൊളി നല്ല ഫ്രഷ് മീനാട്ടോ. മാർക്കറ്റിൽ പെണ്ണുങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കാം. അതെ, അങ്ങനെ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമാണ്. അപ്പൊ അത്ര മോശമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മീൻ മാർക്കറ്റിലെ ബിസിനസ്സിന് നിൽക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമല്ല എന്ന് പറയുന്നത്. അതേ സുരക്ഷിത കച്ചവടത്തിൽ നിൽക്കുന്ന ആളുകളായാലും ഇവർ വാങ്ങാൻ വരുന്നവർക്കാണെങ്കിലും സുരക്ഷിതമല്ല എന്നാണ് പറയുന്നത്. കാട്ടാക്കട മാർക്കറ്റിൽ ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ഇവിടുത്തെ സംസാരിച്ചത്. മനസ്സിലായോ? നല്ല അടിപൊളി കേട്ടോ. നല്ല അടിപൊളി മീനുണ്ട്. കട്ടിയത് ഉണ്ട്. നല്ല കാണാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാണാനുണ്ട്. നെത്തോലി ഉണ്ട്. നമ്മളെ നെത്തോലി ചെറിയ മീനാണ്. 100 രൂപയ്ക്ക് നമ്മൾ കണവ വാങ്ങിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി നല്ല വെള്ളക്കണവ കേട്ടോ. ഏത് തുറന്ന് എടുക്കണേ? ഏത് തുറന്ന് എടുക്കണേ ഈ മീൻ? അരിമന അടിമലത്തുറ. അടിമല. കാട്ടാക്കട വരുമ്പോഴത്തേന് ഈ ചേച്ചിയുടെ നിന്ന് വാങ്ങിക്കാട്ടെ. നല്ല കുഴപ്പമില്ല, വില കുറവുണ്ട് സാധനങ്ങളൊക്കെ. മീനൊക്കെ നല്ല വില കുറവായിട്ടാണ് കൊടുക്കുന്നത്. ഇതുണ്ട് നല്ല മീനാട്ടോ. ഇറങ്ങിയിട്ടുള്ള മൊത്തത്തിൽ മോശമില്ല, നല്ല മീനാണ്. മൊത്തത്തിൽ നല്ല മീനാണ് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല. ഇത് നല്ല മീനുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി മീനുണ്ട്. വലിയ മീൻ, വലിയ മീൻ. നല്ല വലിയ മീന് വെട്ടിപ്പൊളിച്ചിട്ട് നല്ല രസമായിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട് മീൻ. ഇതുപോലത്തെ വലിയ മീനാണ് മുറിച്ചിട്ടുള്ളത്. നല്ല രസമുള്ള മീൻ. രാവിലെയൊക്കെ നമ്മൾ ഇതുപോലെ വാങ്ങാൻ വരികയാണെങ്കിൽ ഇതും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ചെറിയ കണ്ടോ, ചുവന്ന ചുമീനാട്ടോ. ഇവിടെ ഇപ്പോൾ സമയം എന്തായിരുന്നറിയാം? ഇപ്പോൾ കറക്റ്റ് 1 മണി 1 കാലം കഴിഞ്ഞിട്ടല്ലേ. അപ്പം ഈ ടൈമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ സമയത്തും മാർക്കറ്റ് ഓണാണ് കേട്ടോ. ഇവിടുത്തെ കുഴപ്പമില്ല, നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും. അതുപോലെ ഭൂമിക്കരി ഈ നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ. വെയിലത്തിരിക്കണണ്ട മനുഷ്യൻ നട്ട് വെയിലത്തിരുന്നിട്ടാണ് കച്ചവടം ഞാൻ. ഇവിടെ നിന്ന് അറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ നല്ല ചട്ടിയും നല്ല മൺകലം ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ ഇവിടെ നല്ല മൺകലം ഈ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. ഈ ഇവിടെ ചന്തയിൽ നല്ല മൺകലം ഉണ്ട്. കറുത്തതും ചുവപ്പുമായിട്ടുള്ള എല്ലാം കിട്ടും കേട്ടോ. അതുപോലെ പഴയ കാലത്തുള്ള മണ്ണടുപ്പുകളാണ് കേട്ടോ. പഴയ കാലത്ത് ഈ മണ്ണടുപ്പുകൾ കൂടുതൽ കാണാറുള്ളത്. ഇപ്പോൾ ഇവിടെ മണ്ണടുപ്പുകളൊന്നും നമുക്ക് കാണാൻ കിട്ടാറില്ല. കളിമണ്ണ് കിട്ടാനല്ലോ ഒന്നാം കാര്യം. അതാണ് കാര്യം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് കളിമണ്ണൊക്കെ കിട്ടി എടുത്ത് പണിയാന്ന് പറയുമ്പോൾ ഭയങ്കര മണിമണ്ണിന് കിട്ടാനില്ല. നല്ല മണ്ണാണ് കളിമണ്ണിൽ. ബെല്ലാരി രാജ ചട്ടി ഒരെണ്ണം വാങ്ങിച്ചു. ഈ അപ്പച്ചൻ്റെ നാച്ചാട്ടാ, ഈ മെഷീൻ്റെ നാച്ച് കണ്ട. എല്ലാവരും ഇവിടെ വരിക, കാട്ടാക്കടയൊക്കെ വരിക. കാട്ടാക്കട വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മാർക്കറ്റ് വന്നാൽ ഇവിടെ ചട്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ അപ്പച്ചൻ്റെ നാച്ചത് കുഴപ്പമില്ല, നല്ല ചട്ടിയാണ് കണ്ട. അടയ്ക്ക, വെറ്റില, പിന്നെ വാഴക്കൂമ്പ് ഇതൊക്കെയാണ് അമ്മച്ചേരി കച്ചവടം. പാവം വെയിലത്ത് ഇങ്ങനെ കുടയും ചൂട്ടിയിട്ട് ഇരിക്കുക. ഞങ്ങൾ ഇങ്ങനെ തന്നെ ഈ അമ്മച്ചേരി അടുത്ത് ഒരു 50 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ചു വേണ്ട. ഇപ്പോൾ അപ്പുറത്തും ചട്ടി മേടിച്ചു, അതിൻ്റെ അടിയിൽ വേണ്ട പച്ചക്കറി. അപ്പം കറി വെക്കാൻ ചട്ടിയായി, പച്ചക്കറിയായി. ഈ നേരത്ത് വെറ്റിലുണ്ട്, വെറ്റിലുണ്ട്. നല്ല അടിപൊളി വെറ്റിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെറ്റിലുണ്ട്. വലിയ അടയ്ക്ക കേട്ടോ. അടയ്ക്ക നമ്മൾ കാണല്
അതായത് നമ്മൾ ഈ പറഞ്ഞ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞല്ലോ അതുപോലത്തെ കവുങ്ങിൻ്റെ അടയ്ക്കാണത് ആണ് ആ നല്ല വലിപ്പമുള്ളത്. ഇവിടെ അമ്മച്ചിയുണ്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അതന്നെ സെയിം തന്നെയാണ് സാധനം. ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് അറിയാം? കാട്ടാക്കട കേട്ടോ. കാട്ടാക്കടയാണ് ഈ മാർക്കറ്റ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല രീതിയിലൊക്കെ അത് പണിത് നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാനും ഒന്ന് ഒരു കറങ്ങി എല്ലാ ആൾക്കാരും ഒന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ തീ പറഞ്ഞ വെയിലത്തായി ഈ മനുഷ്യന്മാർ ഈ കുടയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അവർക്ക് നല്ലൊരു കട റൂമായിട്ട് തിരിച്ചു കൊടുത്താലും മതി. അവർക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇറങ്ങുമ്പോൾ കുറേ ചുരിദാറിൻ്റെ ടോപ്പുകളുണ്ട്. ഇവിടെ ചുരിദാറിൻ്റെ ടോപ്പ് ആ സൈഡ് കളക്ഷൻ എടുത്ത് ചുരിദാറിൻ്റെ ടോപ്പ് നല്ല ആ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റാണ് അത് കാണുന്നത്. കണ്ട ഒരുപാടുണ്ട്. എല്ലാ കടയുടെ പേരെന്തോ ആകുന്നുണ്ടായിരുന്നു അവിടെ. ഇവിടുത്തെ സോണി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അത് ഗ്രഹോപകരണങ്ങൾ അത് എടുക്കാൻ പറ്റിയില്ല. സോണി കാട്ടാക്കട സെൻറ്റർ തന്നെയാണോ ശരിക്കും പറഞ്ഞത് അല്ലേ? കാട്ടാക്കട സെൻറ്റർ തന്നെയാണ്. ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ഈ പറഞ്ഞ മാർക്കറ്റ് സ്വാഗതം കാട്ടാക്കട അതല്ലേ. തിരുവനന്തപുരം നേരെ നെയ്യാറ്റിൻകര ഡാം ലെഫ്റ്റ് നേരെ കരുതിച്ചിട്ടുണ്ട്. കാട്ടാക്കട എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ കാട്ടാക്കടയിൽ ഇപ്പോൾ വലിയ റഷായിട്ടും തോന്നുന്നില്ല കേട്ടോ. വലിയ റഷായിട്ടുള്ള തിരക്കൊന്നും കാണാനില്ല ഇപ്പോൾ ഇതിനകത്ത്. പറയുമ്പോൾ കാട്ടാക്കട അത്യാവശ്യം ഫേമസ് ആണ്. അപ്പുറത്ത് നല്ല അടിപൊളി സ്ഥലമുണ്ട്, നല്ലൊരു മാർക്കറ്റ് ശരിക്കും ഇതുണ്ട്. അതായത് അവിടെ കച്ചവടക്കാർ ഈ ഉച്ച സമയമായതുകൊണ്ട് കച്ചവടക്കാർ കുറവാണ്. രാവിലെ ആണെങ്കിൽ ഇതിലും കൂടുതലും കച്ചവടക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് മാർക്കറ്റിൽ. ഇന്ന് കച്ചവടം ഉച്ച നേരത്തല്ല. ഇപ്പം സമയം എന്തായി? 1:30 ഈ നേരത്ത് ഈ സമയത്ത് ഇപ്പോഴും നല്ല അടിപൊളി ഫ്രഷ് മീനായിട്ട് ഇരിക്കണേ. നല്ല പട്ടക്കണ സാധനം ഇരിക്കണേ. അവിടെ അടിപൊളി മീനൊക്കെ ആയിട്ട് ഇരിക്കണേ. അതുപോലെ ഇപ്പം നമ്മൾ കാട്ടാക്കട ടൗണിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളിൽ കൂടി ഞങ്ങളൊരു ലോട്ടറി ഷോപ്പ് നോക്കിയിട്ട് പോകാം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. തിരിച്ചു പോകണം. ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. സൈഡിൽ ഫുട്പാത്ത് കച്ചവടം ഉണ്ട്. സീരിയൽ സെറ്റ് കൊച്ചു കുട്ടികൾക്കുള്ള തുണികളെല്ലാം ഉണ്ട്. വലിയ ആളുകൾക്കുള്ള ഡ്രസ്സ്, ട്രാക്ക് സൂട്ട് ഉണ്ട്, കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഫുട്പാത്ത് കച്ചവടം ഉണ്ട്. അത് നല്ല ബനിയൻ സെറ്റുകളും സാധനങ്ങളൊക്കെ കാട്ടാക്കടയിൽ. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരാന്ന് തോന്നുന്നു. റൈറ്റ് സൈഡ് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇങ്ങോട്ട് വരണമെന്ന് ചോദിച്ചു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് കൊണ്ട് കാണിച്ചു. നല്ല കച്ചവടക്കാരാണ്. ഇവിടുന്ന് റൈറ്റ് ഓണാക്കി വെച്ചോണ്ടിരിക്കുക.